നിങ്ങളുടെ സമ്പത്ത് വ്യാജമാണ്, വെറും സ്ക്രീനിലെ നമ്പറുകൾ. യഥാർത്ഥ സമ്പത്ത് എവിടെയാണ്? പ്രാചീന ക്ഷേത്രങ്ങളിലാണത്. ലക്ഷക്കണക്കിന് കോടിയുടെ സ്വർണം, ലോകത്തെ ഞെട്ടിക്കുന്ന നിധികൾ. ഇതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നിങ്ങളുടെ പണം എവിടെയാണ്? ബാങ്കിലാണോ അതോ ക്രിപ്റ്റോയിലോ? അതൊന്ന് തൊട്ടുനോക്കാൻ പറ്റുമോ? ഇല്ല, വെറും ഡിജിറ്റൽ മായാക്കാഴ്ച. ഒരൊറ്റ സെർവർ തകർന്നാൽ മതി, നിങ്ങൾ പൂർണ്ണമായും തെരുവിലാകും. ഇതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങളുടെ ആധുനിക സമ്പത്ത് ദുർബലമാണ്. പ്രാചീനർക്ക് ഈ സത്യം അറിയാമായിരുന്നു. അദൃശ്യമായതിനെ അവർ വിശ്വസിച്ചില്ല. അവർക്ക് സ്വർണം മാത്രമായിരുന്നു ശാശ്വതം. അവിടെ ആപ്പുകളില്ല, പാസ്വേഡുകളില്ല, കാലത്തെ അതിജീവിക്കുന്ന ഒരേയൊരു മൂല്യം. അതാണ് യഥാർത്ഥ സമ്പത്ത്. ക്ഷേത്രങ്ങൾ വെറും പ്രാർത്ഥനാലയങ്ങളല്ല, അവ പ്രാചീന കോട്ടകളായിരുന്നു. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. സത്യം ഇതിലും വലുതാണ്. അതെ, അവ വമ്പൻ ബാങ്കുകളായിരുന്നു. രാജ്യത്തിന്റെ ട്രഷറികൾ, വലിയ സർവകലാശാലകൾ, അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ, നാഗരികതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അവിടെയെല്ലാം ഭദ്രമായിരുന്നു. രാജാക്കന്മാർക്ക് നല്ല ബുദ്ധിയുണ്ടായിരുന്നു. താൽക്കാലിക അധികാരത്തെ അവർ സമ്പത്താക്കി. അവർ നൂറ്റാണ്ടുകൾ മുന്നിൽ കണ്ടു. നിങ്ങളോ 15 മിനിറ്റ് പോലും ശ്രദ്ധിക്കില്ല. ഫോണിൽ നോക്കി സമയം കളയുന്നു. സ്വർണം എല്ലാ സാമ്രാജ്യങ്ങളെയും അതിജീവിക്കും. അതൊരു വലിയ മാനസിക സുരക്ഷയാണ്. മനുഷ്യന്റെ ഭയത്തെ അതില്ലാതാക്കുന്നു. തലച്ചോറിലെ ഭയകേന്ദ്രമാണ് അമിഗ്ഡല. സാമ്പത്തിക തകർച്ചയിൽ ഇത് പൊട്ടിത്തെറിക്കും. യുദ്ധം, ദാരിദ്ര്യം, അസ്ഥിരത, ഇതെല്ലാം മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തും. എന്നാൽ സ്വർണമോ, അതെപ്പോഴും പൂർണ്ണമായും സുരക്ഷിതമാണ്. നിങ്ങളുടെ ഇന്നത്തെ സുരക്ഷ എന്താണ്? മാസാമാസം കിട്ടുന്ന ശമ്പള നോട്ടിഫിക്കേഷൻ. അതൊരു ദുർബലമായ ഡോപ്പമൈൻ മാത്രമാണ്. വളരെ പരിതാപകരമായ അവസ്ഥ. ജോലി പോയെന്ന ഒറ്റ മെസ്സേജ് മതി, നിങ്ങളുടെ ജീവിതം അവിടെ തീരും. ഈ കടുത്ത സത്യം മനസ്സിലാക്കുക. വരുമാനമല്ല യഥാർത്ഥ സുരക്ഷ. സൂക്ഷിച്ചുവെച്ച മൂല്യമാണ് യഥാർത്ഥ സുരക്ഷ. വരുമാനം നിങ്ങളുടെ ഇന്നത്തെ വിശപ്പകറ്റും. പക്ഷെ നിക്ഷേപം, അത് നിങ്ങളുടെ നാളെ രക്ഷിക്കും. രാജാക്കന്മാർക്കും മുകളിലാണ് ജനങ്ങളുടെ വിശ്വാസം. അതാണ് ആത്യന്തികമായ യഥാർത്ഥ നാണയം. ആരും അത് ചോദ്യം ചെയ്തില്ല. രാജാക്കന്മാർ എപ്പോഴും മാറും, സർക്കാരുകൾ വരും പോകും, പക്ഷെ വിശ്വാസം മാറില്ല. അത് അതിജീവിക്കും. ജനങ്ങൾ സ്വന്തം പണം ക്ഷേത്രങ്ങൾക്കു നൽകി. അതൊരു വെറും ദാനമായിരുന്നില്ല, അതൊരു വലിയ കോസ്മിക് ഇൻവെസ്റ്റിംഗ് ആയിരുന്നു. ഇത് വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? വെറും ലൈക്കുകൾക്കായി സ്വന്തം സമയം കളയുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദൈവങ്ങൾ അൽഗോരിതങ്ങളാണ്. എന്നാൽ പ്രാചീനർ അങ്ങനെയല്ല. അവർ ശാശ്വതമായ പാരമ്പര്യത്തിൽ നിക്ഷേപിച്ചു. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരാം. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ലോകത്തെ ഞെട്ടിച്ച രഹസ്യാറ, അത്ഭുതപ്പെടുത്തുന്ന സത്യങ്ങൾ അവിടെയുണ്ട്. ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 1,00,000 കോടി രൂപ. തുറന്ന അറകളിലെ മാത്രം കണക്കാണത്. ചിന്തിക്കാൻ പോലും കഴിയാത്ത തുക. ലോകത്തെ ഞെട്ടിച്ച വലിയ തെളിവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വമ്പൻ നിധികൾ, സ്വർണ്ണ നാണയങ്ങൾ, വജ്രങ്ങൾ, ആഭരണങ്ങൾ. ഇതിൽ അറ ഇനിയും തുറന്നിട്ടില്ല. പല രാജ്യങ്ങളും ഇന്ന് പാപ്പരാണ്. ഇതൊരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തുല്യമാണ്. ഇതൊരു കെട്ടുകഥയല്ല, പച്ചയായ യാഥാർത്ഥ്യം. നിങ്ങളെന്ന് എന്താണ് ചെയ്യുന്നത്? EMI എടുത്ത് ഫോൺ വാങ്ങുന്നു. മീം കോയിനുകളിൽ പണം കളയുന്നു. അതാണ് പ്രാചീന അച്ചടക്കവും ആധുനിക ആവേശവും. ഇതൊരു വലിയ തിരിച്ചറിവാകണം. ആ നിയന്ത്രണത്തിന് വലിയൊരു ശക്തിയുണ്ട്. ആധുനിക മനുഷ്യർ അത് പൂർണ്ണമായും മറന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾക്കിപ്പോൾ തീരെ ക്ഷമയില്ല. നിങ്ങൾക്ക് ഡോപ്പമൈൻ അഡിക്ഷനാണ്. എല്ലാം ഉടനടി വേണം. ഇൻസ്റ്റന്റ് ഡെലിവറി, ഇൻസ്റ്റന്റ് ലൈക്കുകൾ, ഇൻസ്റ്റന്റ് വിജയം. ഈ ആവേശം നിങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ചു. ഇതാണ് ഫ്യൂച്ചർ ഓറിയന്റഡ് കോഗ്നിഷൻ. ഇന്നത്തെ സുഖം വേണ്ടെന്ന് വെക്കുക, നാളത്തെ വലിയ ഫലത്തിനായി കാത്തിരിക്കുക. പ്രാചീന ഇന്ത്യക്കാർ ഇതിൽ വലിയ മിടുക്കരായിരുന്നു. നിങ്ങൾക്ക് 5 മിനിറ്റ് ഫോൺ നോക്കാതിരിക്കാനാവുമോ? ഇല്ല. ഈ കഠിനമായ സത്യം കേൾക്കുക. പണമുണ്ടാക്കുന്നവരല്ല യഥാർത്ഥ ശക്തർ. അത് സംരക്ഷിക്കുന്നവരാണ് കൂടുതൽ ശക്തർ. അച്ചടക്കമുള്ള സമൂഹങ്ങൾ അധികാരം നേടും. അച്ചടക്കമില്ലാത്തവ സ്വയം നശിക്കും. ഇന്ന് നിങ്ങൾക്ക് ആ നിയന്ത്രണം തീരെയില്ല. ക്ഷേത്രങ്ങളിലെ ഈ സ്വർണം ഒരു സന്ദേശമാണ്. സമ്പത്ത് എന്നത് ഷോ ഓഫ് ചെയ്യാനുള്ളതല്ല. എല്ലാം തകരുമ്പോഴും ബാക്കിയാകുന്നതാണ് സമ്പത്ത്. അത് നിങ്ങളെ അതിജീവിക്കുന്നതാണ്. തിരുപ്പതിയും പത്മനാഭസ്വാമിയും ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ക്ഷമയാണ് യഥാർത്ഥ സ്വർണം. പണം സമ്പാദിക്കാൻ എല്ലാവർക്കും കഴിയും. അത് സംരക്ഷിക്കാൻ ചുരുക്കം ചിലർക്കേ കഴിയൂ.
വിലയില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഉടൻ നിർത്തുക. യാഥാർത്ഥ്യ സമ്പത്ത് കെട്ടിപ്പടുക്കുക. ഇപ്പോൾ തന്നെ.